വയർലെസ് മൈക്രോഫോൺ. വിരലിൻ്റെ പകുതിയേ ഉള്ളൂ ഈ മൈക്ക്. ഇതാണ് അതിൻ്റെ റിസീവർ, ഇതാണ് അതിൻ്റെ മൈക്ക്. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നിങ്ങൾക്ക് ഞാനിന്ന് ഒരു വയർലെസ് മൈക്കിനെ പരിചയപ്പെടുത്തരാം. ഇതാണ് ഡിജിടെക്കിന്റെ DWM001 Pro എന്ന് പറഞ്ഞൊരു വയർലെസ് മൈക്രോഫോൺ. ഇതിന് മുന്നേ പുട്രോണിക്സ് -7 എന്ന് പറഞ്ഞൊരു വയർലെസ് മൈക്കിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് പുട്രോണിക്സിന്റെ മൈക്ക്, വിരലിന്റെ പകുതിയെ ഉള്ളി. സെയിം അതേപോലത്തെ ഒരു മൈക്കാണ്. ഒരു റിസീവർ ഉണ്ട്, ഒരു മൈക്ക് ഉണ്ട്. ജസ്റ്റ് കണക്ട് ചെയ്യുക, കണക്ട് ആയി. സോ ഇതൊന്ന് തുറന്നിട്ട് ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കി നോക്കാം. ഒരു കവർ തന്നിട്ടുണ്ട്. ഈ മൈക്ക് ഇതിനകത്ത് ഇട്ട് വയ്ക്കാം. പിന്നെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിനകത്ത് കേബിളും കൊടുത്തിട്ടുണ്ട്. C-ടൈപ്പ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. ചാർജിങ് C-ടൈപ്പ് ആണ്. ഇതാണ് അതിൻ്റെ റിസീവർ, ഇതാണ് അതിൻ്റെ മൈക്ക്. പുട്രോണിക്സ് -7 പറഞ്ഞ പോലെ തന്നെ വിരലിൻ്റെ പകുതിയേ ഉള്ളൂ ഈ മൈക്ക്. ഞാൻ ടോപ്പിൽ ഒരു സ്പോഞ്ചൊക്കെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈസിലി ഊരിയെടുക്കാൻ പറ്റും. ക്ലിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈസിലി ഷർട്ടിലോട്ട് തൂക്കിയിടാൻ പറ്റും. ഇതാണ് അതിൻ്റെ റിസീവർ. ഇത് C-പോർട്ട് റിസീവർ ആണ്. അപ്പോൾ നിങ്ങളുടെ ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ ഈസിലി കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ iPhone 15, 16 യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇഷ്യൂ വരത്തില്ല. ബട്ട് അതിന് താഴെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ C-പോർട്ടിന് പകരം ഒരു 8-pin പോർട്ടും അവൈലബിൾ ആണ്. അത് മേടിച്ചാൽ മതി. സോ നമുക്ക് ഈ റിസീവർ ഒന്ന് ഈ ഫോണിലോട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ആയിട്ടുണ്ട്. കണക്ട് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ മൈക്ക് എടുക്കണം. പവർ ബട്ടൺ ഉണ്ട്. ആ പവർ ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ലൈറ്റ് മിന്നി കത്തുന്നത് കാണാം. ലൈറ്റ് ഇപ്പോൾ സ്റ്റാറ്റിക് ആയിട്ട് കത്തിയിട്ടുണ്ട്. സോ ഇപ്പം മൈക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ റെക്കോർഡ് ചെയ്യുവാണെങ്കിൽ ഇതിലിപ്പോൾ റെക്കോർഡിംഗ് ഓഡിയോ ത്രൂ USB മൈക്ക് എന്ന് കാണിക്കും. ഞാനിപ്പോൾ എൻ്റെ ഫോൺ വഴിയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ റിസീവർ ഈ ഫോണിലോട്ട് കണക്ട് ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് മൈക്ക് വെച്ചിട്ട് സംസാരിക്കും. ഓക്കെ, ഞാനിപ്പോൾ മൈക്ക് ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ അടുത്ത് ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഈ മൈക്ക് വെച്ചിട്ടാണ്. മൈക്കിനെ പറ്റി പറയുകയാണെങ്കിൽ 4 hours ബാറ്ററി ബാക്കപ്പ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആൾസോ 10 meter വരെ റേഞ്ച് കിട്ടുമെന്നും പറയുന്നുണ്ട്. ഫാസ്റ്റ് ചാർജിങ് ഒക്കെ കേപ്പബിൾ ആണ്. -7 കാര്യം പറഞ്ഞ പോലെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരു ചെറിയൊരു കുഞ്ഞൻ മൈക്ക്. ജസ്റ്റ് കണക്ട് ചെയ്യുക, കണക്ട് ആയി, സിമ്പിൾ. എന്തായാലും കൊള്ളാം. ചെറിയൊരു മൈക്ക്, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മൈക്ക്. ഒരു 700 to 1000 റേഞ്ചിനകത്ത് ഈ ഒരു മൈക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചോയ്സിലോട്ട് ഇത് ആഡ് ചെയ്യുന്നതാണ്. ഞാൻ പുട്രോണിക്സ് -7 വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതും ഇതുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ -7ഉം ഡിജിടെക്കുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഡിജിടെക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ആൾസോ ഞാൻ പുട്രോണിക്സ് പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണൽ യൂസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മേടിക്കുവാണെങ്കിൽ ഈ മൈക്ക് എന്തായാലും ഇഷ്ടപ്പെടത്തില്ല. ചെറിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മൈക്ക്, ഒരു ബിഗിനർ ലെവൽ മൈക്ക് എന്നൊക്കെ പറയാം. നിങ്ങളിപ്പോൾ പുതിയതായിട്ട് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി, വ്ളോഗിംഗ് ഒക്കെ തുടങ്ങിയെങ്കിൽ നിങ്ങൾക്ക് ഈ മൈക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ആൻഡ് എന്തെങ്കിലും തെറ്റി പറ്റിയിട്ടുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. ആൾസോ ഞാൻ ഈ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. അടുത്തൊരു വീഡിയോയുമായി പാക്കലാം. ബൈ.